അതിലെ ആർഷയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവര് എസ് എഫ് ഐയുടെ ഒരു ഇപ്പോഴും അപ്പോഴും എല്ലാ അക്കാലത്തായാലും ഇക്കാലത്തായാലും അവരുടെ ഒരു പ്രധാന അജണ്ട വിരട്ടലിലൂടെ, അതായത് ആശയമല്ല ആയുധമാണ് നമുക്ക് വേണ്ടത്, അതുപോലെ അങ്ങനെ ഒരു പേടിപ്പിച്ച് നിർത്തി കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഗതികെട്ട് നമുക്ക് കണ്ടതാണ്, ഇവിടെയൊക്കെ സർവകലാശാലയിലൊക്കെ വന്നതിനും ഭൂരിഭാഗം പേരും ഗതികെട്ട് പേടിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് വന്നത്. അപ്പോൾ ആ ഒരു ശൈലി തന്നെയാണ് ഇവിടെയും ആർഷോ പിന്തുടരുന്നത്. അതിൽ അത്ഭുതമില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ ഡയലോഗുകൾ തന്നെ, ഈ മാസ് ഡയലോഗ്, സിനിമ ഡയലോഗ് എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് പി കെ ശശി ഓർക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഈ ഒരു വിഷയം, അതായത് ഏറ്റവും വലിയൊരു ആരോപണം വന്നിട്ട് പോലും താങ്ങി നിർത്തിയ ഒരു പാർട്ടിക്കെതിരെയാണല്ലോ ഇങ്ങനെ പറഞ്ഞൊരു ഇതും കൂടെ ഉണ്ട്. അത് ആർഷയ്ക്ക് അതിൻ്റെ ഒരു ചേതോ വികാരം കൂടെ കാണുമായിരിക്കും ചിലപ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തീവ്രത അളന്ന് അത് പ്രശ്നമല്ലാതെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് പി കെ ശശി അവിടെ വളരാൻ അനുവദിച്ച ഒരു പാർട്ടിക്കെതിരെ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർഷയ്ക്കോ അല്ലെങ്കിൽ ആ അണികൾക്കും ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയം, ഈ ഒരു ഗുണ്ടായിസം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ചകളിൽ വന്നാണ് എസ് എഫ് ഐയുടെ ഒരു രീതികൾ, അതെല്ലാം തന്നെ പറയണം. അവരുടെ ഒരു ശൈലി ഇങ്ങനെ തന്നെയാണ്. അത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള കാലത്തും അങ്ങനെ നമുക്ക് പിണറായിയുടെ ശൈലി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രതിഷേധിക്കുന്നവരെ ഒതുക്കിയിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ ഗൺമാൻ പോലും പരസ്യമായിട്ട് ആളുകളെ തല്ലിച്ചതയ്ക്കുന്ന രീതി, ഇതെല്ലാം തന്നെ പാർട്ടിയുടെ പുതിയ രീതിയാണ്, പുതിയ നയം അങ്ങനെയാണ്. അങ്ങനെ വളർത്താൻ പറ്റുകയുള്ളൂ. അവിടെയാണ് എസ് എഫ് ഐയും കെ എസ് യുവും എ ബി വി പിയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നിന്ന് എന്തുകൊണ്ട് എസ് എഫ് ഐ വേറിട്ട് നിൽക്കുന്നു? ആക്രമണം നടത്തി അതിലൊരു ആ ഒരു രാഷ്ട്രീയ മേധാവിത്വം ഏറ്റെടുക്കുക, അല്ലെ അങ്ങനെ രീതി നടത്തുക, മറ്റൊരു ത്രിപുര തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഇതിനകത്ത് ചുരുക്കമായിട്ട് മനസ്സിലാക്കുന്നത്.